എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ചെറുപയർ വെച്ചിട്ട് എങ്ങനെ ഒരു പരിപ്പ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് തെക്കോട്ടുള്ള ജില്ലകളിലൊക്കെ ഇങ്ങനെയാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നത്. അതിനായി ചെറുപയർ ചെറിയ ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. ജസ്റ്റ് ഒരൊറ്റ കറക്ക് കറങ്ങിയാൽ മതി. അപ്പോഴത്തേക്കിനും ഇതിങ്ങനെ പൊട്ടി വരും. എന്നിട്ടത് പാറ്റിയെടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്താലും കുറച്ച് തൊലി പോയി കിട്ടും. മുഴുവൻ പോകണമെന്നില്ലേ, കുറച്ച് പോയി കിട്ടിയാൽ മതി. എന്നിട്ടത് നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കാം. അതിലേക്ക് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3 ചെറിയ ഉള്ളി, പച്ചമുളക് കൂടെ ഇട്ട് വേണം വേവിക്കാൻ വെക്കാൻ. അത് വേകാൻ വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പ് റെഡിയാക്കാവേ. അതിനായി തേങ്ങ, ഇഞ്ചി ചെറിയ പീസ്, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. നന്നായിട്ട് അരയണേ. ഇത് നമുക്ക് നന്നായിട്ട് വെന്തുടഞ്ഞ് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് വെന്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ അരപ്പിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കിയ ശേഷം നന്നായിട്ട് തിളപ്പിക്കണം. നല്ല തിളപ്പിക്കണം. ഇത് തേങ്ങ ചേർക്കുന്ന കാരണം വേഗം കേടായിപ്പോകും. അത് കാരണം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് വറവലിടാം. അതിനായിട്ട് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായി ചൂടായ നെയ്യിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽമുളകും കൂടി ഇട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞില്ല, കൂടുതലായിട്ടും ആലപ്പുഴ, കൊല്ലം ജില്ലകളിലൊക്കെയാണ് ഇങ്ങനത്തെ പരിപ്പ് കറി കാണുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും.